ഹലോ നമസ്കാരം. ക്രിയേറ്റീവ് വ്ളോഗ്സ് ബൈ റാസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്കൂളിലെ എക്സിബിഷനൊക്കെ നടക്കുകയാണ്. അപ്പോൾ എക്സിബിഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകാനായിട്ട് വയനാട് ഡിസാസ്റ്ററാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു വയനാട് ആണ് ചെയ്യുന്നത്. 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ വയനാട്, രണ്ടാമത് അൺപ്ലാനഡ് ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്നത്, പിന്നെ മൂന്നാമത് ഇപ്പോൾ വന്ന ഡിസാസ്റ്റർ. അങ്ങനെ 3 സ്റ്റെപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു ബേസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 3 സൈഡിലായിട്ടും ജസ്റ്റ് പ്ലാസ്റ്റർ ഓഫ് പാരിസ്, മണ്ണ് വീണ് പോകുമോ എന്ന് കരുതിയിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരിസ് ജസ്റ്റ് ഒരു ബോർഡറായിട്ട് കൊടുക്കുവാണ്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരിസ് അങ്ങനെ കൊടുത്താൽ മതി. ഞാൻ നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള നല്ല പശ മണ്ണാണ് എടുത്തിട്ടുള്ളത്. പശമണ്ണ് കുഴച്ച് ഇതേപോലെ ഇങ്ങനെ മലയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. പ്രത്യേകിച്ച് ഷേപ്പും കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് മല പോലെ തോന്നിക്കുന്ന രീതിയിൽ നമുക്കിത് ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാമേ. ജസ്റ്റ് മലയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പോകുന്നത് ഇതേപോലെ നല്ല പായൽ ഒക്കെ ഒന്ന് എടുക്കുവാണ്. ആ മലയുടെ മുകളിൽ നല്ലൊരു പച്ചപ്പ് കൊണ്ടുവരാനായിട്ട് ഈ പായൽ വെച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ എടുത്ത പായലുകൾ മലയുടെ മുകളിലായിട്ട് നല്ല പച്ചപ്പിനായിട്ട് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. പിന്നെ മലയുടെ സൈഡിലായിട്ട് വെള്ളം പോകുന്ന ചെറിയൊരു ചാല് പോലെയും കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് പിന്നീട് പ്ലാസ്റ്റർ ഓഫ് പാരിസ് കൊണ്ട് ജസ്റ്റ് വെള്ളം പോകുന്ന പോലെയൊന്ന് സെറ്റ് ചെയ്തെടുക്കാമേ. പിന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ചെറിയ ചല്ലിക്കല്ലുകളും ഒക്കെ വച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് പായൽ വച്ച് പിടിപ്പിച്ച് നല്ലൊരു പച്ചപ്പ് കൊണ്ടുവരാനായിട്ട് നോക്കാമേ. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നല്ല രീതിക്ക് കാണാൻ ഭംഗിയാകുന്ന രീതിക്ക് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാമേ. ജസ്റ്റ് ഒരു വെള്ളച്ചാട്ടം മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം പോലെയൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതേപോലെ പ്ലാസ്റ്റർ ഓഫ് പാരിസാണ് കുഴച്ച് നല്ല ലൂസാക്കി ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് പോവുകയാണേ. അപ്പോൾ നമ്മുടെ വയനാടിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അതിലൊക്കെ കാണുന്ന നല്ല പായലും മരം പോലെ തോന്നിക്കുന്ന അതും പായൽ തന്നെയാണ്. അതും ഇതേപോലെയൊക്കെ ഇടയ്ക്കൊക്കെ എടുത്തു വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അത് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് നമ്മൾ അൺപ്ലാൻഡ് ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്നതാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അതുപോലെ മലയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഇറക്കിയിട്ട് അവിടെ ബിൽഡിങ്സൊക്കെ വന്നതാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ റോഡൊക്കെ കൊണ്ടുവന്നു. അതേപോലെ തന്നെ വെള്ളമൊക്കെ വരുന്നതൊക്കെ ബ്ലോക്ക് ചെയ്ത് സെറ്റ് അങ്ങനെ ചെയ്തു. പിന്നെ റോഡൊക്കെ കൊണ്ടുവന്നു. അതാണ് അവിടെ സെറ്റ് ചെയ്തത് രണ്ടാമത്. അപ്പോൾ നമ്മൾ റോഡൊക്കെ കൊടുത്തിട്ട് അത് പ്ലാസ്റ്റർ ഓഫ് പാരിസ് കൊടുത്തതിന് ശേഷം ഗ്രേ കളറാണ് കൊടുക്കുന്നത്. പിന്നെ അതിൽ വയ്ക്കാനായിട്ട് ഇതേപോലെ റിസോർട്ട് ടൈപ്പ് വീടുകളും പിന്നെ കുറച്ച് വീടുകളും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. അൺപ്ലാൻഡ് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നപ്പോൾ ഉള്ള ഒരു ഇതാണ് നമ്മളിവിടെ രണ്ടാമതായി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് വന്നിട്ട് ഇത് വയനാട് ഡിസാസ്റ്ററാണ് ചെയ്തിട്ടുള്ളത്. മല ഇടിഞ്ഞ് പോയിട്ടുള്ളത് പോലെയാണ് ചെയ്തിട്ടുള്ളത്. പ്ലാസ്റ്റർ ഓഫ് പാരിസാണ് ആദ്യം അതിന് കളർ ചെയ്ത് കലക്കി ഒഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പൊളിഞ്ഞ 2-3 വീടുകളും ചെയ്തിട്ട് പിന്നെ ചുള്ളിക്കമ്പുകളൊക്കെ ഒടിച്ച് ചെളിയൊക്കെ ഒന്ന് പുരട്ടി ഇടുകയാണ് ചെയ്തത്.
അപ്പോൾ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ വയനാട് ആദ്യം ഉണ്ടായിരുന്നതും, സെക്കൻഡ് അൺപ്ലാൻഡ് ഡെവലപ്മെൻറ്റ്സ് വന്നതും, പിന്നെ തേർഡ് അതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ ഡിസാസ്റ്റർ വന്നത്, അങ്ങനെ ഒരു 3 സ്റ്റെപ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സ്കൂളിൽ എക്സിബിഷൻ പ്രോജക്റ്റ് വർക്കായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ അതാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.